ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാളിലും സൈലം ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലും ഇൻഡസിൻഡ് ബാങ്കിന് കീഴിലും കൂടാതെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. മുൻപരിചയമില്ലാത്തവർക്കും അവസരം വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കാലിക്കറ്റ് എംപ്ലോയബിലിറ്റി സെൻറ്റർ സംയുക്തമായി ഒരു മിനി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട്. 15-ലധികം കമ്പനികളിൽ നിന്നായി 500-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. 2025 ഫെബ്രുവരി 15 ശനിയാഴ്ചയാണ് ഈ ജോബ് ഫെയർ നടക്കുന്നത്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാവുന്നതാണ്. ജോബ് ഫെയർ നടക്കുന്ന സ്ഥലം ഗവൺമെൻറ് UP സ്കൂൾ സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാളിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. സെയിൽസ് ഓഫീസർ തസ്തികയിലേക്ക് 15 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC+2 ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്തത് ക്യാഷ്യർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 15 ഒഴിവാണ് വന്നിട്ടുള്ളത്. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്തത് കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് ആഫ്റ്റർ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. അടുത്തത് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, സൗദി, കേരളത്തിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ആദ്യം സെയിൽസ്മാൻ പോസ്റ്റാണ്. 100 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആൻഡ് എബവ് ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 30 വയസ്സ് വരെയാണ്. അടുത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 10 ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി അതിന് മുകളിലേക്കുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടാതെ സമാന മേഖലയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 35 വയസ്സ് വരെയാണ്. അടുത്തത് റിസീവർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 10 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 35 വയസ്സ് വരെയാണ്. അടുത്തത് ഫിഷ് കട്ടർ ബുച്ചർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 20 ഒഴിവാണ് വന്നിരിക്കുന്നത്. SSLC+ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. അടുത്തത് റെസ്റ്റോറൻറ്റ് ഇൻചാർജ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. +2 ആൻഡ് എബവ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അടുത്തത് മെസ് കുക്ക്, സൗത്ത് ഇന്ത്യൻ കുക്ക് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. അടുത്തത് കേരള സ്നാക്സ് മേക്കർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. അടുത്തത് ഇന്ത്യൻ സ്വീറ്റ് മേക്കർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് ടീ മേക്കർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്.
അടുത്തത് ഡ്രൈവർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 15 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SLC ആണ്. കൂടാതെ GCC ലൈസൻസ് ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് HR റിക്രൂട്ടർ ഇന്ത്യൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. കേരളത്തിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. അടുത്തത് ബയർ പർച്ചേസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അടുത്തത് സൈലം ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോഴിക്കോട് വടകരയാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ആദ്യം അക്കാഡമിക് കൗൺസിലർ സെയിൽസ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 50 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ 2 വർഷത്തെ ഡിപ്ലോമയാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 35 വയസ്സ് വരെയാണ്. അടുത്തത് ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റർ ഡിസൈനിങ് ട്രെയിനി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിങ് ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. അടുത്തത് അഡ്മിഷൻ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 22 ഒഴിവാണ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 28 വയസ്സ് വരെയാണ്. അടുത്തത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA ഇൻ മാർക്കറ്റിംഗ് ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 25 വയസ്സ് വരെയാണ്. അടുത്തത് ഇൻഡസ്ഇൻഡ് ബാങ്ക് ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി സ്ഥാപനമായ BFIL ആണ് ഒഴിവ് വന്നിട്ടുള്ളത്. ബാലുശ്ശേരി, ഫറൂഖ്, താമരശ്ശേരി, കൊയിലാണ്ടി, കാലിക്കറ്റ്, മുക്കം, വടകര, പേരാമ്പ്രയാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കളക്ഷൻ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് 50 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 28 വയസ്സ് വരെയാണ്. അടുത്തത് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിലുള്ള 1 ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. അപ്പോൾ ഇതുകൂടാതെ മുത്തൂറ്റ് മൈക്രോഫിൻ, പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് ലിമിറ്റഡ്, BSNL, CP സുസുക്കി തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിലായി 500-ൽ പരം ഒഴിവുകൾ വന്നിട്ടുണ്ട്. തൊഴിൽമേളയിൽ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളുടെയും വന്നിട്ടുള്ള ഒഴിവുകളെക്കുറിച്ചിട്ടുമുള്ള വിശദമായ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ 10 മണി മുതലാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.